ഈ സീൻ നമ്മൾ പണ്ടേ വിട്ടതാണ് എന്ന് പറയണമെങ്കിൽ പണ്ടത്തെ ആ സീനോടൊന്ന് കാണിക്കണമല്ലോ തെളിവായിട്ട്. പക്ഷേ ഇപ്പോഴത് കാണിക്കാൻ വേണ്ടി യാതൊരു നിവൃത്തിയില്ല. ഒരുപാട് പേരോട് ചോദിച്ചു അതൊക്കെ ഉണ്ടോയെന്ന്. പക്ഷേ ഇപ്പോൾ അത് കിട്ടാൻ യാതൊരു നിവൃത്തിയില്ല. പറഞ്ഞു വരുന്നത് ദാ ഈ ഒരു മാലയെക്കുറിച്ചാണേ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, അതായത് 2015 കോളേജ് ഡേ ഫംഗ്ഷന് വേണ്ടി അന്ന് ഞാൻ ഇട്ടിരുന്ന എൻ്റെ ഒരു ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു മാലയാണ് കേട്ടോ. അന്ന് ഈ മാല ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട് കുറച്ച് ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതേപോലെ ഓർണമെൻറ്റ് മേക്കിങ്ങിലായിരുന്നു. അപ്പോൾ ഈ ഒരു മാല ഉണ്ടാക്കിയത് ഞാനിപ്പോൾ ചെയ്യുന്ന ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ആ ഒരു ഗിയർ വയറിലല്ല, അല്ലാത്തതായി ഇതുപോലെ ഗോൾഡൻ കളറിലെ ചെയിനിലായിരുന്നു. അപ്പം അന്ന് ഞാൻ ഈ മാല ഉണ്ടാക്കിയതാണെങ്കിലും അതിൻ്റെ ആ ഒരു ചെയിന് യാതൊരു കളർ വ്യത്യാസവും, അതുപോലെ തന്നെ ആ സ്റ്റോപ്പറിന് യാതൊരു കളർ വ്യത്യാസം വന്നിട്ടില്ല. പിന്നെ ആ ഒരു ബീഡ്സിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റോണിൻ്റെ ഒരു ബീഡുണ്ടല്ലോ, അതിനും പിന്നെ മാല ഒന്ന് കൊളുക്കുന്ന ആ കൊളുത്തിന് മാത്രമേ കളർ വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷേ എനിക്കിത് ഭയങ്കര നൊസ്റ്റാൾജിക്ക് ഫീലാണ് തരുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു മാലയിട്ട് ആ സെയിം ഡ്രസ്സിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് ഞാൻ കുറേ പേരോട് ചോദിച്ചു, അന്നത്തെ കോളേജ് ഡേ ഫംഗ്ഷൻ്റെ ഫോട്ടോ എല്ലാം എന്തെങ്കിലും ആരുടെയും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ആരുടെയും ഇല്ല. ഇനി എപ്പോഴേലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയും കൂടെ ചേർത്ത് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്ന ഈ ഒരു മാലയൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഞാൻ കുറച്ച് ഇതേപോലെ ഒരു സ്റ്റോണിൻ്റെ ബീഡ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വലിയ പണിയൊന്നുമില്ല, ഇതേപോലെ ഒരു ഗോൾഡൻ കളറിലെ ബീഡ് രണ്ട് അറ്റത്തേക്കും കൊടുത്തിട്ട് സ്റ്റോപ്പറും കൂടെ കൊടുത്ത് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വലിയ പണിയൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു വർക്കായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷേ ഇതുപോലെ ഈ ഒരു വർക്ക് ചെയ്തിട്ട് ഒരുപാട് പേര് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു മാല ചെയ്തത്. ഇതുപോലത്തെ ഇൻവിസിബിൾ നെക്ക് ചെയിൻ ട്രെൻഡിങ് ആയിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചതാണ് എൻ്റെ ആ പഴയ മാലയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ ഒരുപാട് പേരോട് അന്വേഷിച്ച് സമയം കളയും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പഴയ ആ മാലയുടെ അതേ നൊസ്റ്റാൾജിക് ഫീൽ തോന്നാൻ വേണ്ടി ഞാൻ വേറെ ഇതേപോലെ ഒരു ഓറഞ്ച് കളറിൽ ഇതുപോലത്തെ ഒരു ഗിയർ വയറിൽ ഞാനൊരു മാല ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബായ്.